Assalamualaikum. Welcome back to my YouTube channel. It's me Nihala Nasik, Easy Home Cook. അപ്പോൾ ഇന്നത്തേത് ഒരു ഊട്ടി ട്രിപ്പ് വ്ളോഗാട്ടാ. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത്. അതായത് എൻ്റെ നാത്തൂനും ഹസ്ബൻഡും പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും. നമ്മൾ 2.5 വർഷമായി അവരെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അവർ കൂടെ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഊട്ടിയാണ് പിടിച്ചത്. കുറച്ച് തണുപ്പൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി ഇത് വെട്ടുപാറ തോന്നുന്നു. അവിടെ മറ്റേ ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ തന്നെ നമ്മൾ ഹഗൻ മക്കിൽ കയറി. നമ്മൾ ഈവനിങ്ങിൽ ഒന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് കയറിയതാട്ടോ. പിന്നെ മോനിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചീസ് കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് വാങ്ങി. പിന്നെ ചായ വാങ്ങിയിട്ടുണ്ട്, ആസാം ടീ, പിന്നെ കോൾഡ് കോഫിയും, പിന്നെ നമ്മൾ ആൽഫ്രെഡോൻ്റെ പാസ്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാട്ടോ ഹഗൻമക്കത്തെ പാസ്ത. ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. പിന്നെ ഇത് നമ്മളെ നാട് കാണിച്ചവരാണോ ഇത്, ഏതോ ചുരത്തിൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തെന്നാലും നമ്മൾ അവിടെ ഒരു 9:30 ആകുമ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കരമായ കഷ്ടപ്പാടുണ്ടായിരുന്നു. നല്ല ഛർദിയായിരുന്നു കേട്ടോ. പിന്നെ വൊമിറ്റിങ് എനിക്ക് ഓൾറെഡി യാത്രയിലുണ്ട്. എന്തായാലും എൻ്റെ കോലം നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും തണുപ്പിലേക്കുള്ള ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതായത് തലേത് തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, മങ്കി ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് റൂം എടുക്കുന്നിടത്ത് തന്നെ കേട്ടോ പോയത്, എമറാൾഡിൽ. ഇവിടെ നാസ്ക അറിയാൻ തോന്നുന്നതിൻ്റെ മുതലാളിനൊക്കെ നമ്മളെ നാട്ടുകാരാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയി അവർ പൂട്ടിയൊക്കെ ഇട്ടതാണ് തോന്നുന്നത്. അവിടെ ഉള്ളിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. തണുപ്പ് കാരണം മൂപ്പരുള്ളിൽ കയറി ഇരിക്കുക കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിറ്റ് എന്താ വെച്ചാൽ നമ്മൾ 2 ആണുങ്ങൾക്കും നല്ല ജലദോഷമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഒരുവിധം എൻ്റെ മോൻ മരവിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഒരുവിധം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എഴുന്നേറ്റ് ഒന്ന് പാലൊക്കെ കുടിച്ച്, അതായത് കുപ്പിപ്പാലാട്ടോ കൊടുക്കുന്നത്. അപ്പം പാലൊടി ഞാൻ നിർത്തിയല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഹാള് വിത്ത് 2 റൂമാണ് എടുത്തത്. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ ഒരു 10:30 ആയപ്പോൾ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് അടിച്ചിട്ടാ അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ. ഇപ്പം ഇന്നത്തെ ദിവസം മൊത്തം ഇനി കറങ്ങിയിട്ട് നമ്മൾ ഇന്ന് തന്നെ രാത്രി തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കും ചെയ്യും. ഒരൊറ്റ ദിവസത്തെ സ്റ്റേയിലായിട്ട് വന്നതാണ്, ക്ഷീണം ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വലിയൊരു പ്ലാനിങ് എന്താ വെച്ചാൽ, ഊട്ടിയിൽ നമ്മളിപ്പോൾ എപ്പോഴും പോയിട്ടുണ്ടെങ്കിലും പോയിടത്തൊക്കെ തന്നെ പോകുന്നുള്ളൂ. അതായത് ഒന്ന് നമ്മളെ ബോട്ട് ഹൗസ്, പിന്നെ എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡന്, ദോഡപ്പേട്ട, അവിടെയാണ് നമ്മളെപ്പോഴും പോവൽ. ഇവിടെ ഇന്നും അവിടെ തന്നെയാണ് പോയത്. അപ്പം ഞാൻ എന്തൊക്കെയോ ഡയലോഗൊക്കെ അടിച്ച് വിടുന്നുണ്ട് കേട്ടോ. നിസാമ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുമുണ്ട്. എന്തെന്നായാലും എൻ്റെ മൂത്ത ആൾ എന്തായാലും ഈ ട്രിപ്പ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ആളൊരു ഫുൾ വൈബ് ഈ ട്രിപ്പിൽ നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ചത്തുകൊണ്ടാണ് ഇതൊക്കെ ഫീൽ ചെയ്തതെന്ന് മാത്രം. എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വീഡിയോ എടുക്കണ്ടേ, എനിക്ക് വ്ളോഗ് ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രം കേട്ടോ ഞാനിതൊക്കെ എടുക്കുന്നത്. പിന്നെ അധിക വീഡിയോസ് എനിക്ക് ചിഞ്ചാണ് എടുത്തുന്നത്, നാസിക്ക് എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്താണ് നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാനും വരിക. നമ്മൾ ബോട്ട് ഹൗസിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അവിടുത്തെ ദോശയൊക്കെ നല്ല ടേസ്റ്റാണ്. മുന്നേയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദോശ 3 എണ്ണമൊക്കെ കഴിക്കുന്ന ഞാൻ ഒരു മസാല ദോശ പോലും എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും കേട്ടോ. എന്തെന്നായാലും നമ്മൾ അവിടുന്ന് ബോട്ട് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഒരു അറവ് എന്ന് പറയുമ്പം ഈ ഊട്ടിയിൽ നമുക്ക് പാർക്കിങ്ങിന് പൈസ ചിലയിടത്തേക്ക് 40, 50, 80 ആ ഒരു ഇതിൽ നമ്മൾ പാർക്കിങ്ങിനും പൈസ കൊടുക്കണം. മാത്രമല്ല ഉള്ളിൽ കയറാനും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബൊട്ടാണിക്കലിൽ ഇവിടെയൊക്കെ ഇപ്പം നല്ല ബൊട്ടാണിക്കലൊക്കെ ഇപ്പോൾ 100 രൂപ കേട്ടോ. ദോഡാപ്പേട്ടയിലേക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതാക്കാൻ. എന്തെന്നായാലും നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ലൊരു വെയിൽ, അതുകൊണ്ട് ആ ഒരു ചൂടും പിന്നെ അവിടെ നമ്മൾ ആരും സ്വെറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. എനിക്ക് പൊതുവേ ഞാൻ നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ സ്വെറ്റർ ഇടുകയുള്ളൂ. കാരണം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പം ആ ഒരു ഡ്രസ്സിൽ ആ ഒരു സ്വെറ്ററിൽ ഒരുമാതിരി വൃത്തികേടല്ലേ. അപ്പം ഞാനെപ്പോഴും നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷൻ കണ്ടപ്പം കുട്ടികളെക്കാൾ വലിയ ത്വര അത് അപ്പുറത്ത് നിൽക്കുന്ന 2 മറ്റേ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നാസികക്ക് എനിക്ക് തോന്നുന്നു 220 രൂപ തിരിച്ച് കിട്ടി കേട്ടോ. അപ്പോൾ കുട്ടികളെ ഇതിൽ നമ്മൾ കളിപ്പിച്ച് ആ പൈസക്ക് അവർ ഇതിൽ ഈ ട്രെയിനും പിന്നെ ആ ജീപ്പിലും ഒക്കെ കയറി. അങ്ങനെ അത് എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 3 in 1 കോംബോ ആണ് 120 രൂപക്ക്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടുത്തെ മിനി ട്രെയിനും കൂടിയേ ഉള്ളൂ. അപ്പം അതിന് ഇടയിൽ അവിടെ സീസോയിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. എന്തെന്നായാലും ഈ ഒരു മിനി ട്രെയിൻ കയറിയിട്ട് നമ്മൾ പൊട്ടനടിച്ച പോലെ കയറിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ചൊന്നും ഉള്ളോട്ട് പോയിട്ട് പിന്നീട് തിരിച്ച് റിട്ടേൺ വരുന്നത്. എന്തായാലും ചെറിയൊരു വൈബ്, കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ രസമല്ലേ. എന്തെന്നായാലും എനിക്കിത് മറ്റുള്ള കുട്ടികൾ കഴിക്കുന്നത് കണ്ടപ്പം എന്തോ ഒരു ആക്രാന്തം, അത് കണ്ടിട്ട് വാങ്ങിയതാട്ടോ. പിന്നെ മോൻക്ക് ഓൾറെഡി ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതും വാങ്ങി. പക്ഷേ മോന് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ തിന്ന് നല്ല റാഹത്തായി. പോപ്കോൺ ചെറിയ ആൾക്കും വാങ്ങി. പക്ഷെ ഞാനിത് ഒരു 1/4 ഭാഗം തിന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി അടുത്തത് നമുക്ക് പാർട്ട് 2 കാണാം. ബൊട്ടാനിക്കൽ ഗാർഡൻ. ടാറ്റാ.